വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. 2024 കറണ്ട് അഫയേഴ്സ് പഠിക്കാം. ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ആദ്യത്തെ ചോദ്യം, 2024 ജനുവരിയിൽ നടക്കുന്ന 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വേദിയാകുന്ന ജില്ല. ഉത്തരം കൊല്ലം. 2024 ജനുവരിയിൽ നടക്കുന്ന 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വേദിയാകുന്ന ജില്ല. ഉത്തരം കൊല്ലം. അടുത്ത ചോദ്യം, ആഗോള കുടുംബ ദിനം. ഉത്തരം ജനുവരി 1. ആഗോള കുടുംബ ദിനം ജനുവരി 1. അടുത്ത ചോദ്യം, പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയ മേഘമല വെള്ളവരിയൻ ഏത് ജീവവർഗത്തിൽ പെടുന്നു? ഉത്തരം ചിത്രശലഭം. പശ്ചിമഘട്ടത്തിൽ നിന്ന് കണ്ടെത്തിയ മേഘമല വെള്ളവരിയൻ ഏത് ജീവവർഗത്തിൽ പെടുന്നു? ചിത്രശലഭം. അടുത്ത ചോദ്യം, 2024 ജനുവരി ജമ്മു കാശ്മീർ മേഖലകളിൽ ഇന്ത്യൻ സേന നടത്തിയ ഭീകരവിരുദ്ധ ദൗത്യം. ഉത്തരം ഓപ്പറേഷൻ സർവശക്തി. 2024 ജനുവരി ജമ്മു കാശ്മീർ മേഖലകളിൽ ഇന്ത്യൻ സേന നടത്തിയ ഭീകരവിരുദ്ധ ദൗത്യം. ഉത്തരം ഓപ്പറേഷൻ സർവശക്തി. അടുത്ത ചോദ്യം, 2024 ജനുവരിയിലെ കണക്കുകൾ പ്രകാരം ക്രിക്കറ്റിലെ 3 ഫോർമാറ്റിലും 1-ാം സ്ഥാനത്തുള്ള രാജ്യം. ഉത്തരം ഇന്ത്യ. 2024 ജനുവരിയിലെ കണക്കുകൾ പ്രകാരം ക്രിക്കറ്റിലെ 3 ഫോർമാറ്റിലും 1-ാം സ്ഥാനത്തുള്ള രാജ്യം. ഉത്തരം ഇന്ത്യ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യമായി ജല ബജറ്റ് തയ്യാറാക്കുന്ന നിയമസഭാ മണ്ഡലം. ഉത്തരം ധർമ്മടം, കണ്ണൂർ. ഇന്ത്യയിൽ ആദ്യമായി ജല ബജറ്റ് തയ്യാറാക്കുന്ന നിയമസഭാ മണ്ഡലം ധർമ്മടം, കണ്ണൂർ. ജല ബഡ്ജറ്റിന് നൽകിയ പേര് ഉറവ. അടുത്ത ചോദ്യം, കേരളത്തിൽ ആരംഭിക്കുന്ന ഡിജിറ്റൽ ഭൂ സർവേക്കായി റവന്യൂ വകുപ്പ് ആരംഭിച്ച പോർട്ടൽ. എൻ്റെ ഭൂമി. കേരളത്തിൽ ആരംഭിക്കുന്ന ഡിജിറ്റൽ ഭൂ സർവേക്കായി റവന്യൂ വകുപ്പ് ആരംഭിച്ച പോർട്ടൽ എൻ്റെ ഭൂമി. അടുത്ത ചോദ്യം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് ആണ്, നോക്കാം. ഇന്ത്യയുടെ 15ാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ. ഉത്തരം അരവിന്ദ് പനഗരിയ. ഇന്ത്യയുടെ 15ാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗരിയ. അടുത്ത ചോദ്യം, ദൂരദർശൻ കിസാൻ ചാനൽ ആരംഭിച്ച AI ആങ്കർമാർ. ഉത്തരം കൃഷിയും ഭൂമിയും. ദൂരദർശൻ കിസാൻ ചാനൽ ആരംഭിക്കുന്ന AI ആങ്കർമാർ കൃഷിയും ഭൂമിയും. അടുത്ത ചോദ്യം, 2024 ജനുവരി ഹെങ്ക് കൊടുങ്കാറ്റ് വീശിയ രാജ്യം. ഉത്തരം UK. അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയം ആകാൻ പോകുന്ന യുഗേൻ ഭാരത് നാഷണൽ മ്യൂസിയം. ഉത്തരം ഡൽഹി. ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയം ആകാൻ പോകുന്ന യുഗേൻ ഭാരത് നാഷണൽ മ്യൂസിയം, ഡൽഹി. യുഗേൻ ഭാരത് നാഷണൽ മ്യൂസിയത്തിന് സഹകരിക്കുന്ന രാജ്യം ഫ്രാൻസ്. യുഗേൻ ഭാരത് നാഷണൽ മ്യൂസിയവുമായി സഹകരിക്കുന്ന രാജ്യം ഫ്രാൻസ്. അടുത്ത ചോദ്യം, 2024 ഭാരതരത്ന പുരസ്കാരം ലഭിച്ചവർ. ഉത്തരം കർപ്പൂരി ഠാക്കൂർ, LK അദ്വാനി, PV നരസിംഹറാവു, ചൗധരി ചരൺ സിംഗ്, MS സ്വാമിനാഥൻ. 2024 ഭാരതരത്ന പുരസ്കാരം ലഭിച്ചവർ കർപ്പൂരി ഠാക്കൂർ, LK അദ്വാനി, PV നരസിംഹറാവു, ചൗധരി ചരൺ സിംഗ്, MS സ്വാമിനാഥൻ. അടുത്ത ചോദ്യം, 2024 പത്മഭൂഷൺ 2 മലയാളികൾ. ഉത്തരം ജസ്റ്റിസ് ഫാത്തിമ ബീവി, മരണാനന്തരം O രാജഗോപാൽ, മുൻ കേന്ദ്രമന്ത്രി. 2024 പത്മഭൂഷൺ 2 മലയാളികൾക്കാണ് ലഭിച്ചത്. ഉത്തരം വരുന്നത് ജസ്റ്റിസ് ഫാത്തിമ ബീവി, O രാജഗോപാൽ. അടുത്ത ചോദ്യം, 2024 പത്മശ്രീ ലഭിച്ച 6 മലയാളികൾ. ഉത്തരം ചിത്ര നമ്പൂതിരിപ്പാട്ട്, മുനി നാരായണ പ്രസാദ്, EP നാരായണ പെരുവണ്ണാൻ, തെയ്യം കലാകാരൻ അശ്വതി തിരുനാൾ, ഗൗരി ലക്ഷ്മിബായ് തമ്പുരാട്ടി, സദനം ബാലകൃഷ്ണൻ, കഥകളി ആചാര്യൻ, സത്യനാരായണ വെല്ല, നെൽ കർഷകൻ, കാസർഗോഡ്. 2024 പത്മശ്രീ ലഭിച്ച 6 മലയാളികൾ: ചിത്രൻ നമ്പൂതിരിപ്പാട്, മുനി നാരായണ പ്രസാദ്, EP നാരായണ പെരുവണ്ണാൻ, അശ്വതി തിരുനാൾ, ഗൗരി ലക്ഷ്മി, സദനം ബാലകൃഷ്ണൻ, സത്യനാരായണ വെല്ല.
അടുത്ത ചോദ്യം 2024 പത്മശ്രീ ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ വനിത ആന പാപ്പൻ. ഉത്തരം പാർവതി ബറുവ. 2024 പത്മശ്രീ ലഭിച്ച ഇന്ത്യയിലെ ആദ്യ വനിതാ പാപ്പൻ പാർവതി ബറുവ, അസം സ്വദേശിനി. അടുത്ത ചോദ്യം 2024 പത്മശ്രീ പുരസ്കാരം ലഭിച്ച പ്ലാസ്റ്റിക് സർജറി വിദഗ്ധ. ഉത്തരം പ്രേമ ധൻരാജ്. 2024 പത്മശ്രീ പുരസ്കാരം ലഭിച്ച പ്ലാസ്റ്റിക് സർജറി വിദഗ്ധ പ്രേമ ധൻരാജ്. അടുത്ത ചോദ്യം മഹാകവി ജി ശങ്കരക്കുറുപ്പിൻ്റെ പേരുള്ള സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കൊച്ചി. മഹാകവി ജി ശങ്കരക്കുറുപ്പിൻ്റെ പേരിലുള്ള സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കൊച്ചി. ജി സ്മാരകം എന്ന പേരിലാണ് നിലവിൽ വന്നത്. അടുത്ത ചോദ്യം കേരള ഹൈക്കോടതി ഉൾപ്പെടുന്ന ജുഡീഷ്യൽ സിറ്റി സ്ഥാപിക്കുന്നത് കേരളത്തിൽ എവിടെയാണ്? ഉത്തരം കളമശ്ശേരി. കേരള ഹൈക്കോടതി ഉൾപ്പെടുന്ന ജുഡീഷ്യൽ സിറ്റി സ്ഥാപിക്കുന്നത് കേരളത്തിൽ എവിടെയാണ്? ഉത്തരം കളമശ്ശേരി. അടുത്ത ചോദ്യം 2024 ജനുവരിയിൽ തായ്പസം ഫെസ്റ്റിവൽ ആഘോഷിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം. ഉത്തരം തമിഴ്നാട്. 2024 ജനുവരിയിൽ തായ്പസം ഫെസ്റ്റിവൽ ആഘോഷിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം. ഉത്തരം തമിഴ്നാട്. അടുത്ത ചോദ്യം 2024 വജ്ര ജൂബിലി ആഘോഷിക്കുന്ന ഇന്ത്യയുടെ പരമോന്നത സ്ഥാപനം. ഉത്തരം സുപ്രീം കോടതി. 1950 സുപ്രീം കോടതി സ്ഥാപിതമാകുന്നത്. 2024 വജ്ര ജൂബിലി ആഘോഷിക്കുന്ന ഇന്ത്യയുടെ പരമോന്നത സ്ഥാപനം സുപ്രീം കോടതി. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ജില്ലയാകുന്നത് കാസർഗോഡ്. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ജില്ലയാകുന്നത് കാസർഗോഡ്. ജപ്പാന്റെ ആദ്യ ചന്ദ്രോപരിതല ദൗത്യം സ്ലിം സ്മാർട്ട് ലാൻഡർ ഫോർ ഇൻവെർഗേറ്റിംഗ് മൂൺ. ജപ്പാന്റെ ആദ്യ ചന്ദ്രോപരിതല ദൗത്യം സ്ലിം സ്മാർട്ട് ലാൻഡർ ഫോർ ഇൻവെസ്റ്റിഗേറ്റിംഗ് മൂൺ. അടുത്ത ചോദ്യം 2024 സെപ്റ്റംബറിൽ പുതിയ വ്യോമസേന മേധാവിയായി നിയമിതനാകുന്നത്. ഉത്തരം അമർപ്രീത് സിംഗ്. 2024 സെപ്റ്റംബറിൽ പുതിയ വ്യോമസേന മേധാവിയായി സ്ഥാപിതമാകുന്നത് അമർപ്രീത് സിംഗ്. 2024 ഒക്ടോബറിൽ ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെൻറ്റ് സംവിധാനമായ UPI നടപ്പിലാക്കുന്ന രാജ്യം. ഉത്തരം മാലിദ്വീപ്. 2024 ഒക്ടോബറിൽ ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെൻറ്റ് സംവിധാനമായ UPI നടപ്പിലാക്കുന്ന രാജ്യം മാലിദ്വീപ്. അടുത്ത ചോദ്യം 2024 പാരീസ് പാരാ ഒളിമ്പിക്സിൽ ഇന്ത്യ എത്ര മെഡലുകൾ നേടി? 29 മെഡൽ, 7 സ്വർണം, 9 വെള്ളി, 13 വെങ്കലം. 2024 പാരീസ് പാരാ ഒളിമ്പിക്സിൽ ഇന്ത്യ എത്ര മെഡലുകൾ നേടി? 29, 7 സ്വർണം, 9 വെള്ളി, 13 വെങ്കലം. അടുത്ത ചോദ്യം BSNLന്റെ പുതിയ ആപ്തവാക്യം. ഉത്തരം കണക്റ്റിംഗ് ഭാരത്. BSNLന്റെ പുതിയ ആപ്തവാക്യം കണക്റ്റിംഗ് ഭാരത്. അടുത്ത ചോദ്യം 2024 യൂറോ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത്. ഉത്തരം സ്പെയിൻ. 2024 യൂറോ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് സ്പെയിൻ. അടുത്ത ചോദ്യം ഇന്ത്യക്ക് പുറത്ത് ആദ്യ ജന ഔഷധി കേന്ദ്ര പ്രവർത്തനം ആരംഭിച്ച രാജ്യം. ഉത്തരം മൗറീഷ്യസ്. ഇന്ത്യക്ക് പുറത്ത് ആദ്യ ജനൌഷധി കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ച രാജ്യം മൗറീഷ്യസ്. അടുത്ത ചോദ്യം 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ. ഉത്തരം അർജന്റീന. 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ അർജന്റീന. അടുത്ത ചോദ്യം വ്യവസായ നയത്തിൽ സമഗ്ര AI നയം പ്രഖ്യാപിച്ച സംസ്ഥാനം. ഉത്തരം കേരളം. വ്യവസായ നയത്തിൽ സമഗ്ര AI നയം പ്രഖ്യാപിച്ച സംസ്ഥാനം കേരളം. അടുത്ത 99 വെള്ളപ്പൊക്കം എന്ന് വിശേഷിക്കപ്പെടുന്ന മഹാപ്രളയത്തിൻ്റെ എത്രാം വാർഷികമാണ് 2024 ജൂലൈയിൽ ആചരിച്ചത്? 100ാം വാർഷികം. 99 വെള്ളപ്പൊക്കം എന്ന് വിശേഷിക്കപ്പെടുന്ന മഹാപ്രളയത്തിൻ്റെ എത്രാം വാർഷികമാണ് 2024 ജൂലൈയിൽ ആചരിച്ചത്? ഉത്തരം 100ാം വാർഷികം. അടുത്ത ചോദ്യം 9ാമത് ഏഷ്യ കപ്പ് T20 വനിതാ ക്രിക്കറ്റ് ടൂർണമെൻറ്റിൻ്റെ വേദി. ഉത്തരം ശ്രീലങ്ക. 9ാമത് ഏഷ്യ കപ്പ് T20 വനിതാ ക്രിക്കറ്റ് ടൂർണമെൻറ്റിൻ്റെ വേദി. ഉത്തരം ശ്രീലങ്ക. 2024 വിംബിൾഡൺ പുരുഷ വിഭാഗം സിംഗിൾസിൽ കിരീടം നേടിയത് കാർലോസ് അൽക്കാരസ്, സ്പെയിൻ. 2024 വിംബിൾഡൺ പുരുഷ വിഭാഗം സിംഗിൾസിൽ കിരീടം നേടിയത് കാർലോസ് അൽക്കാരസ്, സ്പെയിൻ. അടുത്ത ചോദ്യം 2024 വിംബിൾഡൺ വനിതാ വിഭാഗം സിംഗിൾസിൽ കിരീടം ജേതാവായത് ബാർബാറ ക്രിജിക്കോവ, ചെക്ക് റിപ്പബ്ലിക്.
2024 വിംബിൾട്ടൺ വനിതാ വിഭാഗം സിംഗിൾസിൽ കിരീടം ജേതാവായത് ബാർബറ ക്രെജിക്കോവ, ചെക്ക് റിപ്പബ്ലിക്. അടുത്ത ചോദ്യം, കേന്ദ്ര സർക്കാരിൻ്റെ ആദ്യ ദേശീയ ലഹരി വിരുദ്ധ ടോൾ ഫ്രീ നമ്പർ 1933 മാനസ്. കേന്ദ്ര സർക്കാരിൻ്റെ ആദ്യ ദേശീയ ലഹരി വിരുദ്ധ ടോൾ ഫ്രീ നമ്പർ 1933. അടുത്ത ചോദ്യം, 2024 യൂറോ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് സ്പെയിൻ. 2024 യൂറോ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് സ്പെയിൻ. അടുത്ത ചോദ്യം, കെൽട്രോൺ വികസിപ്പിച്ചെടുത്ത AI സോഫ്റ്റ്വെയർ ടൂളുകൾ. ഉത്തരം ഡിജി സ്മാർട്ട് കെല്ലി. കെൽട്രോൺ വികസിപ്പിച്ചെടുത്ത AI സോഫ്റ്റ്വെയർ ടൂളുകൾ ഡിജി സ്മാർട്ട് കെല്ലി. അടുത്ത ചോദ്യം, MT വാസുദേവൻ നായരുടെ 9 തിരക്കഥകളുടെ ദൃശ്യാവിഷ്കാരം. മനോരഥങ്ങൾ. MT വാസുദേവൻ നായരുടെ 9 തിരക്കഥകളുടെ ദൃശ്യാവിഷ്കാരം. മനോരഥങ്ങൾ. അടുത്ത ചോദ്യം, ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ ഉപയോഗിക്കുന്ന 22,000 പാഠപുസ്തകങ്ങൾക്ക് 5 വർഷത്തിനുള്ളിൽ ഇന്ത്യൻ ഭാഷകളിലാക്കുന്ന UGC പദ്ധതി. അസ്മിത. ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ ഉപയോഗിക്കുന്ന 22,000 പാഠപുസ്തകങ്ങൾ 5 വർഷത്തിനുള്ളിൽ ഇന്ത്യൻ ഭാഷകളിലാക്കുന്ന UGC പദ്ധതി. അസ്മിത. അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ രാമായണ ക്ഷേത്രം നിലവിൽ വരുന്നത്. ഉത്തരം ബീഹാർ. ലോകത്തിലെ ഏറ്റവും വലിയ രാമായണ ക്ഷേത്രം നിലവിൽ വരുന്നത് ബീഹാർ. കേരളത്തിലെ ചീഫ് സെക്രട്ടറി. 2024 കേരളത്തിലെ ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരൻ. 2025 ജയതിലക്. അടുത്ത ചോദ്യം, ലോകത്തിലെ ആദ്യ കണ്ണാടി നോവലായ അക്ഷരമുഖി അത്ഭുത കണ്ണാടിയിലെ അക്ഷരങ്ങൾ എന്ന നോവലിൻ്റെ രചയിതാവ്. ഉത്തരം ആറ്റൂർ സന്തോഷ് കുമാർ. ലോകത്തിലെ ആദ്യ കണ്ണാടി നോവലായ അക്ഷരമുഖി അത്ഭുത കണ്ണാടിയിലെ അക്ഷരങ്ങൾ എന്ന നോവലിൻ്റെ രചയിതാവ് ആറ്റൂർ സന്തോഷ് കുമാർ. അടുത്ത ചോദ്യം, കിടപ്പു രോഗികളെ വീട്ടിലെത്തി പരിശോധിക്കുന്ന അലോപ്പതി, ഹോമിയോപ്പതി, ആയുർവേദ വിഭാഗങ്ങളെ പരിചരണ പദ്ധതി അരികെ. കിടപ്പു രോഗികളെ വീട്ടിലെത്തി പരിശോധിക്കുന്ന അലോപ്പതി, ഹോമിയോപ്പതി, ആയുർവേദ വിഭാഗങ്ങളുടെ പരിചരണ പദ്ധതി അരികെ. അടുത്ത ചോദ്യം, രൂപമാറ്റം വരുത്തിയ വാഹനങ്ങൾ പിടികൂടാനായി മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ ഓപ്പറേഷൻ ധാർ. രൂപമാറ്റം വരുത്തിയ വാഹനങ്ങൾ പിടികൂടാനായി മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ ഓപ്പറേഷൻ ധാർ. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ e-സ്പോർട്സ് കേന്ദ്രം നിലവിൽ വരുന്നത്. ഉത്തരം തലശ്ശേരി. കേരളത്തിലെ ആദ്യത്തെ e-സ്പോർട്സ് കേന്ദ്രം നിലവിൽ വരുന്നത് തലശ്ശേരി VR കൃഷ്ണനായർ മെമ്മോറിയൽ മുനിസിപ്പൽ സ്റ്റേഡിയം. അടുത്ത ചോദ്യം, 2024 ഇന്ത്യയിലെ മികച്ച കുടുംബാരോഗ്യ കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ കേരളത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രം. ഉത്തരം കോട്ടയ്ക്കൽ കുടുംബാരോഗ്യ കേന്ദ്രം, മലപ്പുറം. ലോകത്തിലെ ഇതുവരെ രേഖപ്പെടുത്തിയുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തിയേറിയ ചുഴലിക്കാറ്റ് ബെറിൽ. ലോകത്തിലെ ഇതുവരെ രേഖപ്പെടുത്തിയിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും ശക്തിയേറിയ ചുഴലിക്കാറ്റ് ബെറിൽ. ബഷീർ സ്മാരകമായ ആകാശമിട്ടായി സ്ഥാപിതമാകുന്നത്. ഉത്തരം ബേപ്പൂർ. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ വാർഡായി മാറുന്ന ലാലൂർ ഏത് ജില്ലയിലാണ്? തൃശ്ശൂർ. കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ ഔദ്യോഗികമായി ഏത് പേരിലാണ് ഇനി അറിയപ്പെടുന്നത്? ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ. കേരളത്തിലെ സർക്കാർ ആശുപത്രികൾ ഔദ്യോഗികമായി ഏത് പേരിലാണ് ഇനി അറിയപ്പെടുക? ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ. 2024 ശാസ്ത്രമേള വേദി ആലപ്പുഴ. 2024 ശാസ്ത്രമേള വേദി ആലപ്പുഴ. പുതിയ ക്രിമിനൽ നിയമപ്രകാരം പോലീസ് റിമാൻഡ് കാലാവധി പരമാവധി എത്ര ദിവസമാണ്? 15 ദിവസം. പുതിയ ക്രിമിനൽ നിയമപ്രകാരം പോലീസ് റിമാൻഡ് കാലാവധി പരമാവധി എത്ര ദിവസമാണ്? 15 ദിവസം. അടുത്ത ചോദ്യം, ജാർഖണ്ഡിൻ്റെ പുതിയ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കുന്നത് ഹേമന്ത് സോറൻ. ജാർഖണ്ഡിൻ്റെ പുതിയ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കുന്നത് ഹേമന്ത് സോറൻ. അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര തുറമുഖ സാധ്യതകൾ തുറക്കുന്ന ഇമിഗ്രേഷൻ ചെക്ക് പോയിന്റ് പദവി നേടിയ കേരളത്തിലെ തുറമുഖം. ഉത്തരം കൊല്ലം തുറമുഖം. അന്താരാഷ്ട്ര തുറമുഖ സാധ്യതകൾ തുറക്കുന്ന ഇമിഗ്രേഷൻ ചെക്ക് പോയിന്റ് പദവി നേടിയ കേരളത്തിലെ തുറമുഖം കൊല്ലം തുറമുഖം. അടുത്ത ചോദ്യം, 2024 നടക്കുന്ന ഫ്രീഡം എഡ്ജ് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ്? ഉത്തരം US, ജപ്പാൻ, ദക്ഷിണ കൊറിയ.
ഫ്രീഡം എഡ്ജ് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ്? US, ജപ്പാൻ, ദക്ഷിണ കൊറിയ. അടുത്ത ചോദ്യം, ഹരിതകർമ്മ സേനാംഗങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ തത്സമയം അറിയാനുള്ള മൊബൈൽ ആപ്പാണ് ഹരിതമിത്രം. അടുത്ത ചോദ്യം, ഹോട്ടൽ റെസ്റ്റോറൻറ്റ് മേഖലയിൽ GST വകുപ്പ് നടത്തിയ പരിശോധന. ഉത്തരം ഓപ്പറേഷൻ ഫാനം. ഹോട്ടൽ റെസ്റ്റോറൻറ്റ് മേഖലയിൽ GST വകുപ്പ് നടത്തിയ പരിശോധന ഓപ്പറേഷൻ ഫാനം. അടുത്ത ചോദ്യം, 2024 പ്രവർത്തനമാകുന്ന ഇന്ത്യൻ നാഷണൽ മീഡിയ ആപ്പ് QApp. 2024 പ്രവർത്തനം അവസാനിപ്പിക്കുന്ന ഇന്ത്യൻ സോഷ്യൽ മീഡിയ ആപ്പാണ് QApp. അടുത്ത ചോദ്യം, പോലീസ് നടത്തുന്ന എല്ലാ പരിശോധനകളിലെയും വീഡിയോ റെക്കോർഡ് സാധ്യമാകുന്ന ആപ്പ് ഇസാക്ഷി. പോലീസ് നടത്തുന്ന എല്ലാ പരിശോധനകളിലെയും വീഡിയോ റെക്കോർഡ് സാധ്യമാകുന്ന ആപ്പ് ഇസാക്ഷി. അടുത്ത ചോദ്യം, ഇന്ത്യയും തായ്ലാൻഡും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസത്തിന് മൈത്രി 2024 വേദി തായ്ലാൻഡ്. ഇന്ത്യയും തായ്ലാൻഡും തമ്മിലുള്ള സംയുക്ത സൈനികാഭ്യാസത്തിൻ്റെ മൈത്രി 2024 വേദി തായ്ലാൻഡ്. അടുത്ത ചോദ്യം, ISRO നാസയുമായി ചേർന്ന് നിർമ്മിക്കുന്ന റാഡാർ ഇമേജിംഗ് സാറ്റലൈറ്റ് പേടകം. ഉത്തരം നിസാർ. ISRO നാസയുമായി ചേർന്ന് നിർമ്മിക്കുന്ന റഡാർ ഇമേജിംഗ് സാറ്റലൈറ്റ് പേടകം നിസാർ. അടുത്ത ചോദ്യം, പരിസ്ഥിതി മലിനീകരണം തടയാൻ ബയോപ്ലാസ്റ്റിക് പാർക്ക് സ്ഥാപിക്കാൻ അനുമതി നൽകിയ സംസ്ഥാനം? ഉത്തർപ്രദേശ്. പരിസ്ഥിതി മലിനീകരണം തടയാൻ ബയോപ്ലാസ്റ്റിക് പാർക്ക് സ്ഥാപിക്കാൻ അനുമതി നൽകിയ സംസ്ഥാനം ഉത്തർപ്രദേശ്. അടുത്ത ചോദ്യം, അയ്യങ്കാളിയുടെ ജീവിതത്തെ ആസ്പദമാക്കി നിർമ്മിക്കുന്ന ചലച്ചിത്രം കതിരവൻ. സംവിധായകൻ അരുൺ രാജ്. അയ്യങ്കാളിയെ ആസ്പദമാക്കി നിർമ്മിക്കുന്ന ചലച്ചിത്രം കതിരവൻ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.